എറണാകുളം മൂവാറ്റുപുഴയിൽ കെ.എസ്.ആർ.ടി.സി ബസ്സിന് ചില്ല് പൊട്ടിച്ചു. സമരാനുകൂലികളാണ് കല്ലെറിഞ്ഞത്. ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. അതേസമയം ദൃശ്യങ്ങളെടുത്ത പ്രാദേശിക മാധ്യമപ്രവർത്തകൻ അനൂപിനെ സമരാനുകൂലികൾ മർദ്ദിക്കുകയും ചെയ്തു. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, പണിമുടക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അത് പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറയുന്നത് പ്രാകൃത സമരരീതി പണ്ടേ തന്നെ എല്ലാവരും തള്ളിപ്പറഞ്ഞാണ്. പിന്നെയും കെ.എസ്.ആർ.ടി.സി ബസ്സുകൾക്ക് നേരെ കല്ലുകൾ പായുന്നുണ്ടോ ശ്യാം? ഹാഷ്മി, മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. അല്പസമയം മുമ്പ് അത് തൃശ്ശൂരിൽ നിന്ന് പാലായിക്ക് സർവീസ് നടത്തുന്ന കെ.എസ്.ആർ.ടി.സിയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് അതുവഴി കടന്നുപോയപ്പോൾ സമരാനുകൂലികൾ തടയുകയും കല്ലെറിയുകയുമായിരുന്നു. ഈ കല്ല് ഏറുപതിച്ചാണ്, കല്ലിന്റെ ഏറുകൊണ്ടാണ് ബസിന്റെ മുൻഭാഗത്തെ ചില്ലിൽ വിള്ളൽ വീണിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ അനൂപിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. നിലവിൽ അനൂപിനെ മൂവാറ്റുപുഴ സെന്റ് ജോർജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കെ.എസ്.ആർ.ടി.സിയുടെ ബസിന്റെ മുൻഭാഗത്തെ ചില്ലിലാണ് ഏറുകൊണ്ട് അവിടെ ചില്ലുകൾ വിണ്ട ഒരു പാട് വീണിരിക്കുന്നത്. സമരത്തിൽ രാവിലെ വാഹനങ്ങൾ പല ഭാഗങ്ങളും തടഞ്ഞിരുന്നു. പക്ഷേ നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ഒരു വാഹനത്തിന് നേരെ, അതൊരു പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായ കെ.എസ്.ആർ.ടി.സി ബസിന് നേരെ കല്ലേറുണ്ടായത് ദൗർഭാഗ്യകരമാണ്. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ശ്യാംകുമാർ, ഈ നേരത്തെ ഒരു ഡെന്റൽ ക്ലിനിക്ക് അടക്കുന്ന ചിത്രീകരിക്കാൻ നോക്കിയ നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകന് മർദ്ദനമേൽക്കുന്നു. ഇവിടെ കെ.എസ്.ആർ.ടി.സിയുടെ ബസ്സിൽ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചു, അതെടുത്ത ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകന് മർദ്ദനമേൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യാം, ദൃശ്യങ്ങൾ എടുത്തുകൂടാ എന്നാണോ? അപ്പോൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം. സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രതിഷേധം, രാജ്യവ്യാപകമായ ഒരു സമരം നടക്കുകയാണ്. ആ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ്. പ്രതിഷേധിക്കാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ അത് അക്രമത്തിലേക്ക് മാറുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതാണ് അവരെ പ്രകോപിപ്പിച്ചത്. നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് പിന്നീട് പിടിക്കപ്പെടുമെന്ന പേടി തന്നെയാകാം ഇത്തരത്തിലെ ഭീരുത്വ നടപടികളിലേക്ക് കയ്യേറ്റത്തിനും മറ്റും മുതിരാൻ കാരണമായത്. ഓക്കെ, കെ.എസ്.ആർ.ടി.സി പോലുള്ള പൊതുമുതൽ, കെ.എസ്.ആർ.ടി.സി അല്ലെങ്കിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ആ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഒരു സമരരീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും പണിമുടക്കാനുള്ള അവകാശമുണ്ട്. ഈ പറയുന്ന തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെയൊക്കെ ശബ്ദമുയർത്താൻ അവകാശമുണ്ട്. അത് പക്ഷേ പൊതുമുതൽ നശിപ്പിക്കാനുള്ള അവകാശമായി ആരും കണക്കാക്കുകയും അരുത്.